ഹായ് ഫ്രണ്ട്സ്, സിയാസ് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ കാപ്പിയും ഉച്ചയ്ക്കുള്ള ചോറും എല്ലാം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ഇടണം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. കാര്യം ഇതിൽ ഞാൻ പാചകത്തിൻ്റെ വീഡിയോ ആണ് മെയിനായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെയുള്ള കാപ്പിയും ഉച്ചയ്ക്കുള്ള ചോറും എല്ലാം കൂടെ നമുക്ക് കൂടിപ്പോയ ഒരു 2 മണിക്കൂറിനുള്ളിൽ എല്ലാ പണികളും തീർക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. രാവിലെ തന്നെ പണികളെല്ലാം തീർക്കുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. ചോറ് വയ്ക്കാനായിട്ട് മൺകലം അടുപ്പത്തൊക്കെ വെച്ച് തീയിട്ടു. ഞാൻ മൺകലത്തിലാണ് വേവിക്കുന്നത് കേട്ടോ. ചില സമയം അലുമിനിയം കലത്തിലും വേവിക്കാറുണ്ട്. കൂടുതലും മൺകലത്തിലാണ് വേവിക്കുന്നത്. അടുപ്പിൽ തന്നെയാണ് വേവിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട്. പുട്ടിന് പയർ, പപ്പടം, ഇത് രണ്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ കറികളൊന്നുമില്ല. പിന്നെ കൂട്ടത്തിൽ പിന്നെ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ കറികളുണ്ടല്ലോ, അത് പ്രത്യേകിച്ച് കറികളായിട്ട് വേറെ ഒന്നുമില്ല. പക്ഷെ സ്പെഷ്യലായിട്ടൊരു കറിയുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ മത്തന് ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ പൂവെല്ലാം തൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പുറത്തിറങ്ങി വന്ന് ഒരു തേങ്ങയൊക്കെ എടുത്ത് പൊതിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പയർ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് കഴുകി കുക്കറിലേക്ക് ഇടുന്നുണ്ട്. പയർ വേവിച്ച് ആ പയർ വേവുന്ന സമയത്ത് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട്. തേങ്ങയും ചിരണ്ടി എടുത്ത് പുട്ട് വേവിക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്നിന് പിറകെ ഒന്നായിട്ടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് മാത്രം ചെയ്തിട്ട് നമ്മളവിടെ കയറിയിരിക്കുന്നതല്ല. ഒരു പണിയുടെ കൂട്ടത്തിൽ തന്നെ എല്ലാ പണികളും അങ്ങ് നടക്കും. എല്ലാം വെന്ത് പപ്പടവും പുട്ടും പയറും ഒക്കെ വെന്ത് സമയം കൊണ്ട് ചോറും വെന്തിട്ടുണ്ട്. അപ്പം ചോറും ഒന്ന് വാർത്തിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് വാർത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മത്തങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ്. മത്തങ്ങ ഞാൻ എരിശ്ശേരിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ഞാനിത് മത്തങ്ങ പുളിങ്കറിയാണ് വെച്ചത് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് വയ്ക്കുന്നതാണേ. അപ്പോൾ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായിരുന്നാലും വെച്ചപ്പോൾ നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. അത് മത്തങ്ങയും കുറച്ച് പുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കുക്കറിൽ രണ്ട് വിസിൽ കേട്ടാൽ മതി കേട്ടോ. നല്ല വെന്ത് പോകും. അല്ലെങ്കിൽ സാധാരണ വേവിച്ചാലും മതി. ഞാൻ പിന്നെ എളുപ്പം കരുതി കുക്കറിലേക്ക് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. വെന്ത് കഴിയുമ്പോൾ അതിലേക്ക്
ചെറിയ ഉള്ളിയാണ് മെയിനായിട്ട് എടുക്കുന്നത്. സവാള എടുക്കണ്ട. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് കടുവറുത്തതിന് ശേഷം അതിൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ടാൽ മതി, കൂടുതലിടരുത്. അതിന് ശേഷം കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ഇറക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിന്. കറി വേറെ ഒന്നും വേണ്ട. പിന്നെ ഇവിടെ നമ്മൾ ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അതെടുത്തൊന്ന് തോരൻ വയ്ക്കുന്നുണ്ട്. പിന്നെ ചൂര മീനായിരുന്നു, അത് ഞാൻ ഇന്നലെ തന്നെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്നെടുത്ത് കുറച്ചെടുത്ത് അതിൽ നിന്ന് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളെല്ലാം തയ്യാറായി തീർന്നു. ചോറും കറിയും തോരനും ഫിഷ് ഫ്രൈയും ഒക്കെയാണ് ഇന്നത്തെ കറികൾ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചിടും. ഞാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിനി കാപ്പി കുടിക്കാൻ പോവുകയാണ്, പുട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.